അച്ഛനും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു. അതല്ല, അപ്പൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, ഒരു കാട്ടിൽ 2 സിംഹം വേണോ, ഒരു കാട്ടിൽ 2 സിംഹം വേണോ എന്നൊക്കെ അപ്പൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ലാണ്. അതായത് പുള്ളി അങ്ങനെ ഭയങ്കര അഭിനയ തൽപരനൊന്നുമല്ല കേട്ടോ. പുള്ളി ചെറിയ ഇങ്ങനെ ഒരു ഡാർവിൻ ആണ് നമ്മുടെ ഡയറക്ടറാണ് ആദ്യം പറഞ്ഞത്, ഇങ്ങനെ അപ്പനെ കൊണ്ട് എന്റെ അപ്പനെ കൊണ്ടോ നിങ്ങൾ എന്താ പറയണേ, പുള്ളിക്ക് അങ്ങനെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള എടുത്താപ്പം അതൊന്നും അല്ല, ഒരു സോങ് കെട്ടിലാണ്, എന്റെ അപ്പനായിട്ട് തന്നെയാണ്. അങ്ങനെ പറയുമ്പോ അതിനകത്ത് ഭയങ്കരമായിട്ട് അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ, എന്റെ അപ്പം തന്നെയാണല്ലോ അത്. എന്നാലും ഈ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ ടെൻഷനും പരിപാടികളൊക്കെ ഉണ്ടാകാമല്ലോ. കാര്യം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പനത് കാരണം ഞാൻ പറയും പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ. സാധാരണ എല്ലാ കാര്യങ്ങളും അപ്പൻ്റെ ഞാനും ഉപദേശം പേടിക്കണ്ട, ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അസിക്കാം. കുറച്ചുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് ഡീസന്റ് ആയിട്ട് സേഫ് ആയിട്ട് പുള്ളി. അല്ല, പറഞ്ഞ അപ്പനായിട്ട് തന്നെ അഭിനയിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അപ്പൻ തന്നെയാണ്. ഈ അഭിനയിക്കുന്ന സമയത്ത് അപ്പൻ തന്നെയാണ്, ക്യാരക്ടർ മാത്രം മാറുന്നുള്ളൂ. അതെങ്ങനെയാണ് ഒന്ന് വർക്കൗട്ട് ചെയ്ത്? അപ്പന്റെ പക്ഷെ പെട്ടെന്ന് കാണുന്ന സമയത്ത് രൂപം ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. മീശ വളർത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീശ കുറിച്ച് പുള്ളി റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു കുറിയും, പിന്നെ അപ്പനെ എപ്പോഴും കൈ ഇവിടം വരെയൊക്കെ മടക്കുന്ന ആളാണ്. പുള്ളി ഇവിടം വരെയൊക്കെ മടക്കി വെച്ച് കാണുമ്പോ എനിക്ക് യൂഷ്വലി കാണുന്ന പോലെയല്ല, ഒരു വ്യത്യാസമുണ്ട്. സാധാരണ ഇപ്പൊ ക്യാരക്ടർ പിടിച്ചേക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല രസമുണ്ട്. നിങ്ങൾ സംസാരിക്കുമായിരുന്നോ? സീനുകൾ കഴിയുമ്പോൾ ഇരുന്ന് സംസാരിക്കുമോ? ഞാനത് കൂടുതൽ സംസാരിച്ച അപ്പനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കേണ്ടത് ഞാൻ. പക്ഷെ അമ്മ സൈഡിൽ ഇരുന്നിട്ട് കുറി ആ കൈയുടെ മുടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അമ്മ വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ, അപ്പൻ അല്ലെങ്കിൽ ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ, അമ്മ സൈഡിൽ ഇരുന്ന് അഭിപ്രായം പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കല്ലേ. അമ്മ ഷൂട്ടിംഗ് കാണാൻ വന്നേക്കാം, അപ്പന അഭിനയിക്കണ കാണാൻ വേണ്ടിട്ട് വന്നേക്കാം. അതൊക്കെ നല്ലൊരു മുഹൂർത്തല്ലേ. പിന്നെ ഭയങ്കര മുഹൂർത്തല്ലേ. ആദ്യമായിട്ടല്ല അച്ഛൻ ആദ്യമായിട്ടല്ലേ പുള്ളി. ഞാൻ സിനിമയ്ക്ക് കയറിയ കാലത്ത് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നു വീട്ടില്. പുള്ളി പണ്ടത്തെ നാടകത്തിലൊക്കെ ഇറങ്ങുമായിരുന്നു, നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. അപ്പൊ പുള്ളിയുടെ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വീട്ടിലിറക്കിയായിരുന്നു. ഞാനത് വക വെച്ച് കൊടുത്തില്ല. പക്ഷെ അതൊക്കെ ഒരു ഭാഗ്യമാണല്ലോ. നമ്മുടെ അച്ഛൻ തന്നെ നമ്മുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ ഇതിനകത്ത് അഭിനയിച്ച് പുള്ളിക്ക് നാഷണൽ അവാർഡ് മേടിക്കാനൊന്നും അല്ലല്ലോ. എന്റെ അപ്പൻ തന്നെ എന്റെ അപ്പനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് എളുപ്പമായി. അതിന് ഒരുപാട് അഭിനയിച്ച് മറക്കുക എന്നുള്ളതല്ലായിരുന്നു അവിടെ ഒരു പ്രസൻസ്. വേറെ ആരെങ്കിലും അഭിനയിപ്പിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അങ്ങനെ ഒരു ക്യാരക്ടറിന് അപ്പം തന്നെ വരുന്നത്, ഒരു കൗതുകം. അത് പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് 3-4 ഇന്റർവ്യൂലൊക്കെ ചോദിച്ചു. ഇത്രയൊന്നും ചോദിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. 3-4 ഇന്റർവ്യൂല് എന്റെ അടുത്ത് ചോദിച്ചു, അപ്പൻ അഭിനയിക്കുന്നതിനെ പറ്റി ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴോട് പോയി പറഞ്ഞേക്കാം. അപ്പൊ ഇതിലാണ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മള് ഇന്റർവ്യൂലൊക്കെ ഞാൻ നന്നായി സംസാരിച്ചിട്ടുണ്ട്. അപ്പനെ കുറിച്ച് സംസാരിക്കാം. ഇനി 2-3 ഇന്റർവ്യൂ വരുന്നുണ്ട്, പോയി പറയാം. നന്നായിട്ട് സംസാരിച്ചില്ല അച്ഛനെ കുറിച്ച്. ഇതിന് നന്നായിട്ട് അച്ഛനെ കുറിച്ച് നമുക്ക് നന്നായിട്ടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ല, അപ്പനോട് ഞാൻ പോയി പറയാന്നേ. അത്യാവശ്യം നന്നായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ഇന്റർവ്യൂ ബാക്കിയുണ്ട്. കണ്ട പോലെ കണ്ടാൽ ഇതിനേക്കാൾ സംസാരിക്കാം. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.